കുട്ടികളിൽ സാധാരണയായി കാണുന്ന നമ്മൾ ദശവളർച്ച എന്ന് വിശേഷിപ്പിക്കുന്ന അസുഖമാണ് അഡിനോയിഡൈറ്റിസ്, അതുപോലെ തന്നെ ടോൺസിലൈറ്റിസ്. ആദ്യം ഇതെന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ടോൺസിൽ എന്ന് വിശേഷിപ്പിക്കുന്നത് തൊണ്ടക്കകത്ത് നോർമലി എല്ലാവർക്കും ഉണ്ടാകുന്ന, ഇവർ മുതിർന്നവർക്ക് പോലും ഉണ്ടാകുന്ന ഒരു ഗ്രന്ഥിയാണ്. വായിൻ്റെ ബാക്കിലായി തൊണ്ടക്കകത്ത് രണ്ട് സൈഡിലുമായി നമ്മൾ നാവ് സ്വയം താഴ്ത്തി നമ്മൾ തന്നെ നോക്കുകയാണെങ്കിൽ, സ്പൂണോ മറ്റോ ഉപയോഗിച്ച് താഴ്ത്തി നമ്മൾ തന്നെ നോക്കുകയാണെങ്കിൽ, ഈവൻ ഒരു മിററിലോ മറ്റോ നോക്കുകയാണെങ്കിൽ പോലും നമുക്കത് കാണാൻ പറ്റും. നോർമലി അത് അത്രയും വലുതാക്കി കാണേണ്ടതല്ല. എന്തെങ്കിലും അസുഖമുള്ള ആൾക്കാർക്ക് ടോൺസിലിൻ്റെ റിപ്പീറ്റഡായിട്ട് തൊണ്ടയ്ക്ക് ഇൻഫെക്ഷനോ അലർജിയോ മൂക്കിൽ കഫോ കാരണം തൊണ്ടയിലേക്ക് കഫം ഇറങ്ങി വരികയോ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക്, തൊണ്ടവേദന റിപ്പീറ്റഡായിട്ട് പനിയൊക്കെ വരുന്ന ആൾക്കാർക്ക് ഇത്തരം ടോൺസിൽ കുറച്ച് വലുതായി നമ്മുടെ തൊണ്ടയിൽ നമുക്ക് തന്നെ കാണാൻ പറ്റുന്ന രീതിയിലേക്ക് വളർന്നു വരുന്നത് കാണപ്പെടാറുണ്ട്. കുട്ടികൾക്ക് വളരെ കൂടുതലാണ് ഇത് വരുന്നത്. അതേപോലെ തന്നെയാണ് അഡിനോയിഡ്. അഡിനോയിഡ് എന്ന് പറയുന്നതും ആക്ച്വലി ടോൺസിൽ പോലെ തന്നെ അണ്ണാക്കിൻ്റെ മുകളിലായി മൂക്കിൻ്റെ ബാക്കിലായി നമുക്കൊരിക്കലും പുറത്തുനിന്ന് നോക്കിയാൽ കാണാൻ പറ്റില്ല സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രന്ഥിയാണ്. നേസോഫെറിഞ്ചൽ ടോൺസിൽ എന്നാണ് അതിന് പറയുന്ന പേര്. ആ പേരിൽ തന്നെ മനസ്സിലാവുന്നത് അതും ഒരു ടോൺസിൽ തന്നെയാണ്. ഇത് രണ്ടും എന്തിനാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ രീതിയിൽ 2 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്കാണ് ഈ അഡിനോയിഡ് ഒക്കെ കാണപ്പെടുന്നത്. ഒരു 12 മുതൽ 15 വയസ്സ് വരെ അവിടെ ഉണ്ടാകുന്നതാണ്. അതിനുശേഷം സ്വയം ദ്രവിച്ചു പോകേണ്ടതാണ് ഇത്തരം ഗ്രന്ഥികൾ. ആ പ്രായത്തിലാണ് കുട്ടികൾ കൂടുതലും വീട്ടിൽ നിന്ന് പുറത്തു പോവുകയും പൊടിയും പിന്നെ വീട്ടിലില്ലാത്ത അന്തരീക്ഷങ്ങളുമായിട്ട് എക്സ്പോസ് ആവുകയൊക്കെ ചെയ്യുന്നത്. ആ സമയത്താണ് കുട്ടികളുടെ ബോഡി കൂടുതൽ ഇതിനൊക്കെ പ്രതിരോധിച്ച് തുടങ്ങുന്നത്. അപ്പോൾ ആ പ്രതിരോധത്തിന് വേണ്ടി ബോഡി തന്നെ ഡെവലപ്പ് ചെയ്യുന്ന മെക്കാനിസത്തിൽപ്പെട്ടതാണ് ഇത്തരം ഗ്രന്ഥികൾ. ഇത് കൂടാതെ വേറെയും പല ടോൺസിൽസും മൂക്കിൻ്റെയും തൊണ്ടയുടെയും പല ഭാഗത്തായി കിടക്കുന്നുണ്ട്. അതെല്ലാം തന്നെ ഇമ്മ്യൂണിറ്റിയായിട്ട് ബന്ധപ്പെട്ടതാണ്, പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് നോർമൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾ ഒരു 5 വയസ്സ് കഴിഞ്ഞ് 4-5 വയസ്സ് കഴിഞ്ഞ് സ്കൂളിലൊക്കെ പോയി തുടങ്ങുമ്പോൾ ആണ് സാധാരണ രീതിയിൽ ഇത് ഒരുപാട് വലുതാക്കി വരാറുള്ളത്. കാരണം അവർ അന്തരീക്ഷം പെട്ടെന്ന് മാറുന്നു എന്നുള്ളത് തന്നെയാണ്. അത്രയും പ്രായം വരെ ഇവർക്ക് അമ്മയുടെ മുലപ്പാലും മറ്റും വഴി ലഭിക്കുന്ന ഇമ്മ്യൂണിറ്റിയും സ്വയം ഉണ്ടാകും. ആ പ്രായമാകുമ്പോഴേക്കും അത് കുറഞ്ഞു തുടങ്ങുകയും ബോഡി സ്വയം ഡെവലപ്പ് ചെയ്യുന്ന ഇമ്മ്യൂണിറ്റി വന്നു തുടങ്ങുകയും ചെയ്യും. അങ്ങനെയാണ് ഇത്തരം ഗ്രന്ഥികൾ വലുതായി വരുന്നത്. ആ ഗ്രന്ഥികൾ മൂക്കിൻ്റെ പിറകിലുള്ള അഡിനോയിഡ് വലുതായി വരുന്നത് കാരണം സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രശ്നമാണ് മൂക്കടപ്പ്. ആ മൂക്കടപ്പ് കാരണമാണ് കുട്ടികൾക്ക് സ്നോറിങ് അഥവാ കൂർക്കം വലി, രാത്രിയുള്ള കൂർക്കം വലി, സ്ഥിരമായി വായിൽ കൂടെ ശ്വാസം എടുക്കുന്നൊരവസ്ഥ, ഇങ്ങനെ വാ തുറന്ന് ശ്വാസം എടുക്കുന്നൊരവസ്ഥ കുട്ടികൾക്ക് ഉണ്ടാകുന്നത്. അതിനോടൊപ്പം ടോൺസിലും കൂടെ വലുതാകുമ്പോൾ വീണ്ടും ആ ഒരു എയർ പാസേജ് നേരമായി മാറുകയാണ്, ചെറുതായി മാറുകയാണ്, കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുകയാണ്. ചില കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കുന്നതിലും ഒക്കെ ഇത് കാരണമുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും. റിപ്പീറ്റഡായിട്ട് വരുന്ന പനി, ഇതേ ബുദ്ധിമുട്ട് കാരണം ഉണ്ടാകുന്ന ചെവി വേദന. കാരണം ചെവിനെയും മൂക്കിനെയും കണക്ട് ചെയ്ത് വരുന്ന ഒരു ട്യൂബിൻ്റെ അടുത്തും ഇതേപോലെ ടോൺസിൽ പോലത്തെ സാധനങ്ങൾ കിടക്കുന്നുണ്ട്, ഒരു ഗ്രന്ഥികൾ കിടക്കുന്നുണ്ട്. അത് കാരണം ആ ട്യൂബും ബ്ലോക്ക് ആവാം. അത് കാരണം ചെവിക്കകത്ത് കഫം കുന്നുകൂടി ചെവി വേദന, കേൾവി കുറവൊക്കെ കുട്ടികൾക്ക് അനുഭവപ്പെടാം. അങ്ങനെയുള്ള കുട്ടികളെയാണ് നമ്മൾ ഉടനെ തന്നെ അടുത്തുള്ള ഒരു ENT സ്പെഷ്യലിസ്റ്റിനെ കാണിച്ച് അതിനെ ചെക്കപ്പ് ചെയ്യേണ്ടത്. സ്വാഭാവികമായും ആദ്യത്തെ ചെക്കപ്പ് എന്നുള്ള രീതിയിൽ തൊണ്ട നോക്കുകയായിരിക്കും ചെയ്യുക. ആ നോക്കുമ്പോൾ തന്നെ നമുക്ക് ടോൺസിൽ വലുതായിരിക്കുന്നത് കാണാൻ പറ്റും. അതിന് വേറെ ടെസ്റ്റിംഗ് ഒന്നും ആവശ്യമില്ല. പക്ഷേ അഡിനോയിഡിൻ്റെ കേസിൽ അങ്ങനെയല്ല. അത് നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റില്ല, മൂക്കിൻ്റെ പിറകിലായതുകൊണ്ട്. അത് വളരെ അകത്താണ് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മളൊരു എൻഡോസ്കോപ്പിയോ അതല്ലെങ്കിൽ പുറത്തുനിന്ന് എടുക്കുന്ന ഒരു എക്സ്റേ, സൈഡിൽ നിന്ന് എടുക്കുന്ന ഒരു എക്സ്റേ വഴിയോ, അത് ലാറ്ററൽ എക്സ്റേ എന്നാണ് പറയുക, അതിന് വഴി കാണേണ്ടി വരും. അങ്ങനെ നോക്കുമ്പോൾ മൂക്കിൻ്റെ പിറകിലുള്ള ഏരിയ വളരെ കുറഞ്ഞ് വളരെ നേരമായി ഒരു എയറിന് അത്യാവശ്യം കയറിപ്പോകാൻ സ്ഥലമില്ലാത്ത രീതിയിൽ അത് ചുരുങ്ങിയിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ആ ചുരുങ്ങിയ പാസേജ് കൂടെ എയർ പോകുമ്പോഴാണ് അടുത്തുള്ള മാംസങ്ങളൊക്കെ വൈബ്രേറ്റ് ആയിട്ട് സ്നോറിങ് ഉണ്ടാകുന്നത്. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുട്ടി ഒരുപാട് കാലം വായിൽ കൂടെ ശ്വാസം എടുക്കുകയോ സ്നോറിങ്ങോ ചെയ്യുകയാണെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്നാണ് കൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവുക. പലരും ഇത് അവഗണിച്ച് വിടുന്നതാണ്, ശ്രദ്ധിക്കാറില്ല, ശ്രദ്ധയിൽപ്പെടാതെ. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് കൂടുതൽ പാരൻസും വർക്കിംഗ് പാരൻസ് ആയത് കാരണം അവരും ഇത് ഒത്തിരി ശ്രദ്ധിക്കാത്തൊരവസ്ഥ സാധാരണയായി കാണുന്നതാണ്. അപ്പോൾ ഇതുപോലെ സ്ഥിരമായി മൂക്കിലൂടെ ശ്വാസം എടുക്കാൻ പറ്റാതെ ഉള്ള കുട്ടികൾ അവരുടെ മൂക്ക് ഉപയോഗിക്കുന്നതിന് പകരം ശ്വാസം എടുക്കാനായി വാ തുറന്ന് ശ്വാസം എടുക്കുന്നത് കാരണം മൂക്ക് താരതമ്യേന സൈസ് ചെറുതായി വരികയും വായ്ക്കകത്ത് സൈസ് കൂടാൻ തുടങ്ങുകയും ചെയ്യും. അതെങ്ങനെയാണ് സംഭവിക്കുക? വായിൻ്റെ മേളിലുള്ള എല്ലുകളൊക്കെ മേലോട്ട് കയറിപ്പോകാനും അത് കാരണം പല്ലുകളൊക്കെ ആദ്യം വരുന്ന പാൽപ്പല്ലുകളൊക്കെ പോയി പെർമനൻറ്റ് ടീത്ത്, ടെമ്പററി ടീത്തൊക്കെ പോയി പെർമനൻറ്റ് ടീത്ത് വന്നു തുടങ്ങുന്ന സമയത്ത് അതിനൊരു ക്രൗഡിങ് വരാൻ തുടങ്ങും. അത് മുന്നോട്ടും പിന്നോട്ടും കറക്റ്റ് പൊസിഷനിലല്ലാതെ വരാൻ തുടങ്ങും. കാരണം പാലറ്റിൻ്റെ ഷേപ്പ് മാറുന്നത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്. അതുകൂടാതെ മുഖവും ചെറിയൊരു ഷേപ്പിലുള്ള വേരിയേഷൻ കാണാൻ പറ്റും. ഈ വായിൻ്റെ അകത്ത് സ്പേസ് കൂടുന്നതിൻ്റെ ഭാഗമായി മുഖം ഒന്ന് കുറച്ച് ചെറുതായി നീണ്ടു പോകാനൊക്കെ തുടങ്ങും. അത്തരം കോസ്മെറ്റിക് പ്രശ്നങ്ങൾ ഇതിനുണ്ടാകും. അതിന് അഡിനോയിഡ് ഫേസിസ് എന്നാണ് പറയുക. അതിനൊപ്പം തന്നെ കേൾവി കുറവ് സ്ഥിരമായി ഉണ്ടാവുക. ഇതേ ബുദ്ധിമുട്ട് നമ്മൾ കാലങ്ങളോളം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ഹാർട്ടിനും ഈവൻ ലങ്സിനും ഒക്കെ ശ്വാസകോശത്തിനൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അലർജി ഇത്തരം കുട്ടികൾക്ക് വളരെ സാധാരണയായി കാണുന്നൊരു ബുദ്ധിമുട്ടാണ്. ആ അലർജിയും കാലക്രമേണ ശ്വാസകോശത്തിനെയൊക്കെ ബാധിച്ച് ആസ്മ പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം. ഇതൊക്കെ കൊണ്ടാണ് ഇത്തരം ബുദ്ധിമുട്ടുകൾ നേരത്തെ ഡിറ്റക്ട് ചെയ്ത് അവയെ ആവുന്നത്രയും വേഗം ട്രീറ്റ് ചെയ്ത് ശരിയാക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട്, കൂർക്കം വലി, പിന്നെ ശ്വാസതടസ്സം, റിപ്പീറ്റഡ് ആയിട്ടുള്ള അലർജി,
ഒക്കെ വായിക്കൂടെ ശ്വാസം എടുക്കുന്ന അവസ്ഥ ഒക്കെ സ്ഥിരമായിട്ട് കാണുന്ന കുട്ടികളെ നമ്മൾ കൊണ്ടുപോയി ചെക്ക് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എക്സ്റേ എടുത്ത് നോക്കി അത് മനസ്സിലാവുകയാണ് ഉടനെ തന്നെ അതിനുള്ള മെഡിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. മെഡിക്കേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ മൂക്കിൻ്റെ അകത്തേക്ക് കൊടുക്കുന്ന ഒരു സ്പ്രേയും കുറച്ച് ടാബ്ലറ്റ്സും ഒക്കെയാണ് വരുന്നത്. അത് ആദ്യം തന്നെ നമ്മളതിൻ്റെ അഡിനോയിഡിൻ്റെയും ടോൺസിലിൻ്റെയും വലിപ്പം നോക്കിയിട്ട് അത് സ്റ്റാർട്ട് ചെയ്യും. ഒരു 1.5 മാസം മുതൽ 3 മാസം വരെയൊക്കെ സ്ഥിരമായി അത് ഉപയോഗിക്കേണ്ടി വന്നേക്കാം. എന്നിട്ടും കുറവ് വരുന്നില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ സർജറി സജസ്റ്റ് ചെയ്യുക. സർജറി എന്ന് പറയുമ്പം അകത്തൂടെ തന്നെ ചെയ്യുന്ന സർജറിയാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ ചെയ്യുന്നത്. മുതൽ അങ്ങനെയാണ്. ഇപ്പോൾ കുറേ കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് എൻഡോസ്കോപ്പിയും അതുപോലെ ലേസറും ഇപ്പോൾ ലേറ്റസ്റ്റായി വന്ന കോബ്ലേഷൻ ടെക്നോളജിയൊക്കെ വെച്ചിട്ടുള്ള സർജറിയൊക്കെയാണ് ഇപ്പോൾ ചെയ്തു വരുന്നത്. ആദ്യമൊക്കെ വായിക്കകത്തൂടെ മൂക്കിൻ്റെ അകത്തൂടെയൊക്കെ ട്യൂബ് ഇട്ടിട്ട് പുറമേ ഒന്നും കാണാത്ത രീതിയിൽ കൺവെൻഷനലായി ചെയ്തു തരുന്ന ടെക്നിക്കുകൾ വെച്ച് നോക്കുമ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള ലേസർ ടെക്നോളജിയും അതിനുശേഷം വന്ന കോബ്ലേറ്റർ ടെക്നോളജിയും വെച്ച് നോക്കുമ്പോൾ പെയിൻ വളരെ കുറവാണ്. സർജറി കഴിഞ്ഞിട്ടുള്ള റിക്കവറിയും വളരെ ഫാസ്റ്റാണ്. മുഴുവനായും അഡിനോയിഡ് ടിഷ്യൂ ടോൺസിൽ മുഴുവനായും നമുക്ക് ഒട്ടും ബ്ലീഡിങ് കൂടാതെ എടുത്തു കളയാൻ പറ്റും. സർജറി കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ വീട്ടിലേക്ക് കുട്ടിയെ കൊണ്ടുപോകാൻ പറ്റും. പല പേരൻസിനുള്ള സംശയമാണ്, സർജറിക്ക് മുമ്പൊക്കെ കുട്ടികൾ സ്ഥിരമായി തണുത്ത ഭക്ഷണം കഴിക്കുമ്പോഴോ പൊടിയിൽ പോകുമ്പോഴേക്ക് ബുദ്ധിമുട്ടുണ്ടാവുക. അപ്പോൾ സർജറി കഴിഞ്ഞ ഉടനെ ഇതൊക്കെ പറ്റുമോ, സർജറി കഴിഞ്ഞാൽ ലോങ് ടൈം എങ്ങനെയായിരിക്കും എന്നുള്ളത് അതൊന്നും പേടിക്കേണ്ടതില്ല. സർജറി കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ നമ്മൾ ഭക്ഷണം അതേ ദിവസം വൈകുന്നേരം തന്നെ ഭക്ഷണമൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അതും തണുത്ത ഭക്ഷണമായിരിക്കും. കൂടുതലും ഐസ്ക്രീമും ഒക്കെയാണ് ആദ്യത്തെ ദിവസങ്ങളിൽ കൊടുക്കുക. അടുത്ത ദിവസം തൊട്ട് നോർമൽ ഭക്ഷണമൊക്കെ സ്റ്റാർട്ട് ചെയ്യും. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കുറച്ചുണ്ടാവും. ചൂട് കഴിക്കരുത്, എരിവ് കഴിക്കരുത് എന്നുള്ളത്. അതൊക്കെ സൂക്ഷിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആദ്യത്തെ ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഇതൊക്കെ നോർമലാവുന്നതാണ്. ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഒരു കാരണവശാലും കുട്ടിയുടെ സ്കൂളൊന്നും ഇതിൻ്റെ പേരിൽ ലീവാക്കേണ്ടി വരാൻ പോകുന്നില്ല. സർജറി കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് തന്നെ കുട്ടിക്ക് സ്കൂളിൽ പോകാനും പുറത്ത് പോകാനൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കുട്ടികളെപ്പോഴും വേദന കുറേ കൂടെ നന്നായി ടോളറേറ്റ് ചെയ്യും. നമ്മുടെ പോലെയല്ല, അവർ പരാതി പറയില്ല. അപ്പോൾ 1-2 ദിവസം കഴിയുമ്പോഴേക്കും തന്നെ അവരെ വേദനയൊക്കെ പൂർണ്ണമായി മാറുകയും അവരെല്ലാം ശ്രദ്ധിച്ചു തുടങ്ങുകയും ചെയ്യും. എല്ലാ കാര്യങ്ങളിലേക്കും അവർ കളിച്ചു തുടങ്ങുകയൊക്കെ ചെയ്യും. ഭക്ഷണം നമ്മൾ ആദ്യം എത്ര നന്നായി കൊടുക്കുന്നോ അത്രയും പെട്ടെന്ന് വേദനയും കുട്ടികൾ അഡാപ്റ്റ് ചെയ്ത് വരും. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഈ അസുഖം പൂർണ്ണമായി മാറ്റിയെടുക്കാനും, പ്രത്യേകിച്ച് പുതിയ വന്ന കോബ്ലേറ്റർ പോലെ ടെക്നോളജികൾ വെച്ച് മുമ്പത്തെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് സർജിക്കൽ സക്സസ് റേറ്റൊക്കെ വളരെയധികം ഇമ്പ്രൂവ് ആയി വന്നിട്ടുണ്ട്. ഇത് പൂർണ്ണമായി എടുത്തു കളയാൻ പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ വരുമ്പോൾ ഇത് റിക്കറൻസിനുള്ള സാധ്യതകളും ആ സർജറീസ് വഴി വളരെ കുറഞ്ഞു വരികയാണ്. ഓർക്കേണ്ട ഒരു കാര്യം, ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഭാവിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നമ്മൾ മനസ്സിലാക്കി ഇത് എത്രയും പെട്ടെന്ന് ഇത്തരം അസുഖങ്ങൾ ഡിറ്റക്ട് ചെയ്ത് അതിനെ ട്രീറ്റ് ചെയ്ത് ഭാവിയിൽ വരാമെന്ന വലിയ കോംപ്ലിക്കേഷൻസിനെ പ്രിവെൻറ്റ് ചെയ്യാനും നമ്മൾക്ക് പറ്റുന്നതാണ്.